അപ്പോൾ നമ്മുടെ അടുക്കള റെസിപ്പിയിൽ ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ഉപ്പുമാവാണ്. അതിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് വേപ്പില, ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, കുറച്ചുള്ളി. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ വേണം. പിന്നെ റവ ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കിലോത്തോളം റവയാണ് ഇവിടെ വറുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു പാത്രം അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണയും ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കടുക് കൂടെ പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉഴുന്ന് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക്, ഇത് രണ്ടും കൂടി ഒന്ന് മൂപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചേക്കണം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നമുക്ക് വഴറ്റി എടുത്തുകൊണ്ട് വരാം. നമ്മുടെ ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കുക. ഇതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങയിൽ നിന്ന് പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കണം. ഇനി വെള്ളം ഈ മസാല എല്ലാം കൂടി കിടന്ന് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് റവയിട്ട് ഇളക്കി കൊടുക്കാൻ. അപ്പം നമ്മുടെ ഇത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. വെള്ളം നല്ലോണം തിളച്ച് തുടങ്ങിയിട്ട് നമുക്കിതിലേക്ക് 1 സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പം എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ റവയൊക്കെ ഇട്ട് ഇവിടെ നല്ലോണം ഉപ്പുമാവ് റെഡിയാക്കി വെച്ചത്. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്കത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. വെള്ളം നല്ലോണം വെട്ടി തിളച്ച് വന്നതിന് ശേഷം നമ്മളതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. നമ്മൾ വറുത്ത് വെച്ചിരുന്ന റവയും കൂടി ഇതിലേക്ക് പുള്ളി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ കുറച്ച് തേങ്ങയല്ലേ ഇട്ടുള്ളൂ, പകുതി തേങ്ങ ഇട്ടുള്ളായിരുന്നു. ഈ പകുതി തേങ്ങ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ചെറിയ കട്ടകളൊക്കെ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ലോണം ഇങ്ങനെ ഉടച്ചടച്ചടച്ച് കൊടുത്ത് ശരിയാക്കി എടുക്കണം. എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇത് ആറിക്കഴിയുമ്പോൾ ഒന്നുകൂടെ നല്ല ഉതിരി ഉപ്പുമാവായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.